ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ് റോമാ സഭയോട്, നമ്മളോടെല്ലാവരോടും പറയുകയാണ്. അവിടെ സംബോധന ചെയ്യുന്നത് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒരു സാഹോദര്യത്തിൻ്റെ ഭാഷയാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. കാരണം അത്രമേൽ സ്വാതന്ത്ര്യം. നമ്മൾ ക്രിസ്തുവിലെല്ലാവരും സഹോദരന്മാരാണ്. ഒരു ശരീരത്തിലെ പല അവയവങ്ങൾ എന്നതുപോലെ ക്രിസ്തുവാകുന്ന ശരീരത്തിലെ പല അവയവങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. അത് ദൈവത്തിന് മക്കളുമാണ്. അപ്പോൾ ദൈവത്തിന് മക്കളായ നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഒരു സാഹോദര്യത്തിൻ്റെ ഭാഷയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ അവിടെ പറയുന്നത്, സംബോധന ചെയ്യുവാൻ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. രണ്ടാമത് പൗലോസ്ലീഹ പറയുന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ മനസ്സിലിവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സിലിവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാപക്കുഴിയിലായിരുന്നു. ആ പാപക്കുഴിയിൽ നിന്ന് നമ്മളെ വലിച്ചെടുക്കുവാനുള്ള, രക്ഷിക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ മനസ്സിലിവ്, ആ കരുണ, ആദാമ്യ പാപം നമ്മളിങ്ങനെ തലമുറകളായി വന്നു നമ്മളെല്ലാവരും പാപക്കുഴിയിലായിരിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ മകനെ കാൽവരി ക്രൂശിൽ ബലി കഴിപ്പിച്ച് നമ്മളെ ആ പാപക്കുഴിയിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആ അലിവാണ്, ആ മനസ്സലിവാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ് എങ്ങനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ബുദ്ധിയുള്ള ആരാധനയായി, അതായത് പ്രാർത്ഥിക്കുവാൻ, നമ്മൾ ആരാധിക്കുവാൻ ബുദ്ധി വേണം. അതായത് നമുക്കറിയാം, ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തും നമ്മളൊക്കെ എന്നെപ്പോലെ അനേകർ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടാണ്, സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, നല്ല ഭാവി വേണം, മക്കൾക്ക് കുഞ്ഞുങ്ങളെ വേണം, അവർ വിവാഹം കഴിപ്പിക്കണം, നല്ല വീട് വേണം. ഇങ്ങനെ പലവിധമായ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ സ്വാർത്ഥപരമായ ചിന്തകളുമാണ്. ഇത് വേണ്ടെന്നല്ല പറയുന്നത്, വേണം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ നമ്മുടെ ഒക്കെ ചുറ്റുപാട് നമുക്ക് കാണുന്നത്, ഇന്നലത്തെ മഴയ്ക്ക് മുള പൊട്ടുന്ന പോലെ അനേകം പ്രാർത്ഥനാ കൂട്ടങ്ങളും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അവയെല്ലാത്തെയും ഞാൻ അതുപോലെ വിമർശിക്കുന്നില്ല. എന്നാൽ ഭൂരിഭാഗവും പണസമ്പാദനത്തിന് വേണ്ടിയാണ്, ലാഭത്തിന് വേണ്ടിയാണ് അതെല്ലാം പ്രവർത്തിക്കുന്നത്. അവിടെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ആകർഷിച്ചിട്ട് ആരാധനയ്ക്ക് വേണ്ടി ഇത്ര ദിവസം നൊവേനയെടുത്ത് പ്രാർത്ഥിച്ചാൽ, നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിൻ്റെ മക്കൾ ഗൾഫിൽ പോകും എന്നെല്ലാം പറയുമ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് അവിടെ കിട്ടുന്ന ന്യൂസ് പേപ്പറും ഉപ്പും എണ്ണയും ഒക്കെ ഉപയോഗിച്ചാൽ, ആ ന്യൂസ് പേപ്പർ വഴിനീളെ വിതരണം ചെയ്താൽ, വീടുകളിൽ വിതരണം ചെയ്താൽ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ, ഈ കഴിഞ്ഞയിടെയും ഒരു സുഹൃത്ത് ഇതുപോലെ എല്ലാ വീടാന്തരം കയറി ആ ന്യൂസ് പേപ്പർക്ക് വിതരണം ചെയ്യുന്നത് കണ്ടു. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യില്ല. സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ ഒരു നേരത്തെ വെള്ളം കൊടുക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം സ്വന്തം വാഹനങ്ങൾ ഉണ്ടായിട്ടും മാതാപിതാക്കൾ രോഗമായി കിടക്കുമ്പോൾ ആശുപത്രി, മക്കൾക്കൊക്കെ വാഹനങ്ങളുണ്ട്, ആ ഹോസ്പിറ്റലിൽ വയ്യാതായി മാതാപിതാക്കളെ കൊണ്ടുപോകണം, അതിന് പൈസ എണ്ണി പറഞ്ഞ പൈസ വാങ്ങിക്കുന്ന സ്വഭാവക്കാരാണ്. ഈ മനുഷ്യന് അത്രമേൽ ചിന്തിക്കുവാനുള്ള ഒരു കഴിവില്ല. നിൻ്റെ അനുഗ്രഹം നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. നിൻ്റെ മാതാപിതാക്കൾ ആദിമ കൽപ്പനയാണ് നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ, അവരെ പരിചരിച്ചാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത്. നിൻ്റെ വീട്ടിൽ തന്നെ അനുഗ്രഹം ഉള്ളപ്പോഴാണ് ലോകം മൊത്തം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തേടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് കണ്ടുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. കാരണം മനുഷ്യന് മറ്റ് മൃഗജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യന് മാത്രം
ഉള്ളൊരു കഴിവാണ് ചിന്തിക്കുവാനുള്ള കഴിവ്. നമ്മളിങ്ങനെയൊക്കെ ഈ കേട്ട് ഈ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് ഇത് കിട്ടും അത് കിട്ടുമെന്ന് അതൊക്കെ പ്രാർത്ഥിക്കണം. നമുക്ക് യാചിക്കാനുള്ള തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനുവേണ്ടി മാത്രമാണോ നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തെ എന്നൊരു ചിന്ത, ഒരു ബുദ്ധി വേണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായി. യുക്തിസഹം, നമ്മുടെ പ്രാർത്ഥനയിൽ യുക്തിസഹം വേണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഓടി നടക്കുകയാണ് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. അപ്പം നമ്മൾ ആ അനുഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് യുക്തിസഹമായിട്ടാണ് പ്രാർത്ഥിക്കുക. ഒന്ന് ചിന്തിക്കണം. ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ. 2 വട്ടം ചിന്തിക്കണം. അവിടെ പോകുന്നത് ആരാധിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ല. അതാണ് അവിടെ പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ മനസ്സലിവിനോടുള്ള ആ കരുണയ്ക്കുള്ള നമ്മുടെ നന്ദി പ്രകാശനമാണ്. നമ്മുടെ നന്ദി പ്രകാശനമാണ് നമ്മുടെ ആ ദൈവത്തോടുള്ള ആരാധന എന്ന് പറയുന്നത്. ദൈവം 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏകജാതനെ നമുക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാനമാണത് രക്ഷ. നിത്യജീവൻ്റെ അനുഭവം, നിത്യജീവൻ നമ്മൾ അവകാശമാക്കി തന്നിട്ടുണ്ട് നമ്മുടെ കർത്താവ്. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? ആ രക്ഷ നമുക്ക് തന്ന ദൈവത്തിനോടുള്ള നന്ദി പ്രകാശനം, ആ മനസ്സിലിവനോടുള്ള നമ്മുടെ ആ റിഫ്ലക്ഷനാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് നിങ്ങളുടെ യുക്തിസഹമായ ആരാധന, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ആവശ്യപ്പെടാൻ എല്ലാം ചെയ്യാം. എന്നാൽ സത്യത്തിൽ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ആ നന്ദി പ്രകാശനമാണ്. അതായത് ആ ദൈവത്തിൻ്റെ കരുണയോടുള്ള നമ്മുടെ ആ മനസ്സിൻ്റെ ആ സന്തോഷം, ആ റിഫ്ലക്ഷനാണ്. രണ്ടാമത് പൗലോസ് ശ്ലീഹ പറയുന്നത് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിപ്പീൻ. നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിപ്പീൻ. ശരീരത്തിലെല്ലാം വരുന്നുണ്ട്. നമ്മുടെ മനസ്സ്, ആത്മാവ് എല്ലാം വരുന്നുണ്ട്. നമ്മൾ ഒരു വീടെന്ന് പറയുമ്പം വീടിൻ്റെ എല്ലാം വരുന്നുണ്ട്. ഒരു കാറെന്ന് പറയുമ്പോൾ എൻജിൻ സഹിതം എല്ലാം വരുന്നുണ്ട്. പ്രത്യേകം പറയുന്നില്ല. നിൻ്റെ ശരീരം, ആ ശരീരത്തിൻ്റെ മനസ്സുണ്ട്, അതിൻ്റെ കഴിവുണ്ട്, അതിൻ്റെ താലന്തുണ്ട്. അതിനെ മൊത്തമായി സമർപ്പിക്കണം. എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട്. ജീവനുള്ളതായിരിക്കണം. ജീവനുള്ളതായി നമ്മൾ സമർപ്പിക്കണം. രണ്ടാമത് പറയാണ് വിശുദ്ധിയുള്ളതായിരിക്കണം. മൂന്നാമത് പറയാണ് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. പറയാണ് നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ളതായി അവിടെ സമർപ്പിക്കണം. നമ്മൾ സമർപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ കുരിശിനോട്, ക്രിസ്തുവിനോട് ചേർത്ത് ആരാധനയാക്കണം നമ്മുടെ ശരീരം. അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തോട്, ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മളെ തന്നെ യാഗമാക്കുക. നമ്മൾ തന്നെ ഒരു ബലിയാവുകയാണ്. ആ ബലി എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ശരീരമാണ് നമ്മൾ രൂപാന്തരപ്പെട്ട ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മുടെ ആരാധനയിൽ, ദൈവത്തോടുള്ള ആരാധനയിൽ ഈ ശരീരത്തെ എല്ലാം വരുന്നുണ്ട് മൊത്തമായി സമർപ്പിക്കണം. എന്നിട്ട് പറയുകയാണ് അത് ജീവനുള്ളതായിരിക്കണം. പഴയ നിയമത്തിൽ ജീവനുള്ള ഊനമില്ലാത്ത പ്രാവിനെയും കാളക്കിടാവിനെയും ആടിനെയുമാണ് നമ്മളും അതുപോലെ ജീവനുള്ളതായി, തേജസ്സുള്ളവരായി, അല്ല ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും ആ രീതിയിലല്ല, ഉന്മേഷമായി ജീവനുള്ളതായി നമ്മുടെ ശരീര മനസ്സുകളെയൊക്കെ ദൈവത്തിലോട് കേന്ദ്രീകരിച്ച് നമ്മുടെ ശരീരങ്ങളെ കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് പറയണത് വിശുദ്ധിയുള്ളതായിരിക്കും. വിശുദ്ധിയുള്ളതെന്ന് പറഞ്ഞാൽ ഹൃദയപരമാർത്ഥയോടെ. നമുക്കറിയാം നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുകയാണ്. വിശുദ്ധിയുടെ അനുഭവമാണ്, നീതിയുടെ അനുഭവമാണ്, വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. വിശുദ്ധിയോടെ, അതായത് എന്തെങ്കിലും ആരോടെങ്കിലും പക വെച്ചുകൊണ്ടായിരിക്കില്ല നാം പ്രാർത്ഥിക്കാൻ ചെല്ലേണ്ടത്. നമ്മുടെ അയൽവക്കക്കാരോട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കരുത്. അവനെ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ ചെന്ന് അവൻ്റെ ആടിനെ കൊന്നേക്കുക അങ്ങനെയുള്ള ആ ചിന്തകളോടെയല്ല, വിശുദ്ധിയോടുകൂടി എല്ലാം ക്ഷമിക്കുവാനും സാഹോദര്യത്തെ അനുഭവത്തിലും വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. മൂന്നാമത് പറയുകയാണ് ദൈവപ്രസാദം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കും നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീര മനസ്സുകളെ ദൈവത്തിന് പ്രസാദമുള്ള, അല്ലാതെ പള്ളിയിലെ അച്ഛനെ കാണിക്കുവാനോ പാസ്റ്റർമാരെ കാണിക്കുവാനുള്ളോ അല്ല. നമ്മൾ ദൈവത്തെ, മനുഷ്യൻ്റെ പ്രീതിക്ക് കൊണ്ടല്ല, മനുഷ്യനോട് ഈ ലോകത്തോട് അനുഭവപ്പെട്ടുകൊണ്ടായിരിക്കരുത്. നമ്മുടെ ശരീരം ഏത് കോലമായാലും, ഏത് പേക്കോലമായാലും ആ ശരീരത്തെ ആരും നോക്കുന്നില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ പറയുകയാണ് ദൈവത്തെ കാണിക്കുവാൻ നിൻ്റെ ശരീര മനസ്സുകളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, സഹോദരത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ ക്രിസ്തുവിൽ സഹോദരങ്ങളാണെങ്കിൽ
നമ്മൾ നമ്മുടെ ഇടവകയിലെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരെയും ആത്മാർത്ഥമായി സഹോദരങ്ങളായി കാണണം. ഒരു സാഹോദര്യത്തിൻ്റെ ഭാഷ നമ്മളിലുണ്ടാകണം. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്, ക്രിസ്തുവിൽ സഹോദരങ്ങളാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മൾ ഓർക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്ന ആ കരുണ, ആ മനസ്സിൽ നമ്മൾ ഓർക്കണം. നമുക്ക് ആരാധന എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ആരാധന, യുക്തിസഹമായിരിക്കണം. എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയല്ല, എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല. അതിലൊക്കെ ഉപരിയായി ദൈവം നമുക്ക് തന്ന രക്ഷ, ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് രക്ഷ, നിത്യജീവൻ നമുക്ക് കർത്താവിലൂടെ ദൈവം തമ്പുരാൻ നമുക്ക് തന്നു. ആ അതിനോടുള്ള പ്രകാശനമാണ്, അതിനോടുള്ള നമ്മുടെ ആ പ്രതിബദ്ധതയാണ്, വിധേയത്വം, അല്ലെ അതാണ് ആരാധനയായി മാറേണ്ടത്. എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് പിന്നെ പറയുകയാണ്. നിങ്ങളുടെ ശരീരത്തെ അങ്ങനെ യാഗമായി അർപ്പിക്കണം. കർത്താവിൻ്റെ ക്രൂശിനോട് ചേർത്ത് നമ്മുടെ ശരീര മനസ്സുകളെ, നമ്മുടെ കഴിവുകളെ, താലന്തുകളെ സമർപ്പിക്കണം. എന്നിട്ട് ജീവനുള്ളതായിരിക്കണം. ഉന്മേഷത്തോടെ, ജീവനോടെ നമ്മൾ നമ്മുടെ ശരീര മനസ്സുകളെ അവിടെ സമർപ്പിക്കണം. രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. മറ്റുള്ളവർ ക്ഷമിക്കുവാൻ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധിയോടുകൂടി, അതേ വിശുദ്ധിയോടെ നമ്മൾ ആരാധനയിൽ പങ്കുചേരണം. മൂന്നാമത് പറയുകയാണ്, ആരെയും കാണിക്കുവാനല്ല, മനുഷ്യരെ കാണിക്കുവാനല്ല, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കാൻ. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ യാചിക്കാതെ തന്നെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ, ആ മനസ്സിലിനോട് നമ്മൾ നന്ദിയുള്ള പ്രകാശനമായി തീരുമ്പോൾ, നമുക്ക് അറിയാതെ തന്നെ അനുഗ്രഹങ്ങളുടെ പെരുമഴ നമ്മുടെ ജീവിതത്തിൽ പെയ്യും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധനയായി, വിശുദ്ധിയോടെ, ജീവനുള്ളവനായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ആരാധനയും നമ്മളായിത്തീരുവാൻ തക്കവണ്ണം കഴിയട്ടെ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.